സോയാബീനും പുട്ടുപൊടിയും ഉണ്ടെങ്കിൽ നമുക്ക് രാവിലെ ചായക്കടിക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിടിലായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് സോയാബീനും പുട്ടും ഇഷ്ടമില്ലാത്തവർ പോലും ചോദിച്ച് വാങ്ങി കഴിക്കുന്ന കിടിലൻ ടേസ്റ്റാണ് ഈ ഒരു ചായക്കടിക്ക്. ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് സോയാബീൻ ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഇതിലോട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളം എന്ന് പറഞ്ഞാൽ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ചൂടാറിയാൻ പാടില്ല. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് 10 മിനിറ്റ് ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കുക. 10 മിനിറ്റ് മിനിമം വെക്കണം. അത് കൂടുതൽ വെക്കണ്ട, 10 മിനിറ്റ് വെച്ചാൽ മതിയാവും. 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒരു അരിപ്പയിലോട്ട് മറിക്കാം. അരിപ്പയിലോട്ടും ഒരു 5 മിനിറ്റ് ഒന്ന് അരിപ്പയിൽ വെക്കുന്നത് നല്ലതാണ്, വെള്ളം ഫുള്ളായിട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇന്ന് ഫുള്ളായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് കളയുകയും ചെയ്യാം. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതെടുത്തിട്ട് അതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച സോയാബീൻ ഉണ്ടല്ലോ, അതൊന്ന് പ്രസ് ചെയ്തിട്ട് ഇത് വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ മസാലയിലോട്ട് ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് കളയണം കേട്ടോ, അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ അതിലുണ്ടായാലും ഒരു ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് തന്നെ കളയണം. അരിപ്പയിൽ കുറേ സമയം വെച്ചത് കൊണ്ടൊന്നും ഇതിൽ വെള്ളം ഫുള്ളായിട്ട് പോയി കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് നല്ല പോലെ ഒന്ന് ഇതുപോലെ കൈ കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് പിഴിഞ്ഞ് കളയാം. വെള്ളം ഇതിലോട്ട് ഉള്ളിലോട്ട് വെള്ളം നന്നായിട്ട് കുടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഇത്രയും വെള്ളം ഞാൻ അതിൽ നിന്ന് പിഴിഞ്ഞെടുത്തതാണ്. ഇനി നമുക്കിത് ഈ മസാലയിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തോട്ടും മസാല എത്തുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനിയിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ ടൈമില്ലെങ്കിൽ റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഉടൻ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ടൈം ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് വെക്കുന്നത് നല്ലതാണ്. ഇനി നമുക്കൊരു പാന് അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. പക്ഷേ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിലോട്ട് ഒരു മുട്ട കൂടി പൊട്ടിച്ച് വയ്ക്കാം. മുട്ട കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ആദ്യം മസാല തേച്ച് വെക്കുന്ന സമയത്ത് മുട്ട ഒഴിക്കരുത്. ഫ്രൈ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് കൊണ്ട് തന്നെ ഫ്രൈ ആയി കിട്ടും. അധികം വേവൊന്നും ഉണ്ടാവില്ല സോയാബീനിന്. ഇനി നമുക്ക് ഇതിലോട്ടൊരു മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 സവാള എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യണം കേട്ടോ, എന്നാലും നമ്മുടെ പുട്ടിലിടാനുള്ളതല്ലേ. അപ്പം അല്ലെങ്കിൽ വലിയ പീസായിട്ട് കട്ട് ചെയ്താൽ സവാള അങ്ങനെ നീണ്ടു കിടക്കും. അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് വരെ കാണിക്കുന്നത്. ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിയണം. ഒരു കപ്പ് സോയാബീനിലോട്ട് 2 മീഡിയം സൈസ് സവാള മതിയാവും. ഈ വലിയ സവാള ആണെങ്കിൽ ഒരെണ്ണം മതിയാവും. അപ്പോൾ ഞാൻ സവാള ഇതുപോലെ കൊത്തി അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സവാള അരിഞ്ഞപ്പോഴേക്കും ഇത് ഒരു പകുതി വേവായിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ആ ഒരു പാനിൽ തന്നെ നമുക്ക് കിട്ടുകയാണെങ്കിൽ ആ പാനിൽ തന്നെ ഉണ്ടാക്കി മസാല വഴറ്റിയാൽ മതി. പക്ഷെ അതാവാത്തത് കൊണ്ട് എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഒരു പാനിൽ മസാല തയ്യാറാക്കാൻ വേണ്ടി വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചിട്ടുണ്ട്. ഒരു 3/4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതായത് ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പേസ്റ്റ് ഇല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇവിടെ പേസ്റ്റ് ഉള്ളത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തതാണ്. ഇനി നമുക്കതൊന്ന് മൂത്ത് നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ലേശം ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ സോയാബീൻ അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു ലെവലിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സവാള അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പച്ചമുളക്, അതായത് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എത്രയും ചെറുതാക്കി അരിയാൻ പറ്റുന്ന അത്രയും ചെറുതാക്കി കട്ട് ചെയ്യണം കേട്ടോ. പച്ചമുളക് അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പച്ചമുളക് ഒന്ന് വാടി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കും. ഇനി നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയമായപ്പോൾ നമ്മുടെ സോയാബീൻ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇത് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് നമ്മൾ സോയാബീൻ പൊരിച്ച ആ പാൻ ഉണ്ടല്ലോ അതിലോട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് നമ്മൾ വഴറ്റി വെച്ച മസാല ഉണ്ടല്ലോ, സവാളയും പച്ചമുളകും എല്ലാം കൂടി വഴറ്റി വെച്ച മസാല ഉണ്ടല്ലോ, അത് നമുക്ക് ഈ സോയാബീനിലോട്ട് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ
ഗരം മസാല പൗഡറും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ച് കൊടുക്കാം. ചെറുനാരങ്ങ നീര് എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാതും എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോയാബീൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുപൊടി എന്താ ചെയ്യണമെന്ന് നോക്കാം. 1 കപ്പ് പുട്ടുപൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പുട്ടുപൊടി നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഉപ്പ് എത്തുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഏത് കപ്പിലാണോ നമ്മൾ പുട്ടുപൊടി അളന്നത് അതേ കപ്പ് കൊണ്ട് തന്നെ വെള്ളവും അളക്കുക. 1 കപ്പ് പുട്ടുപൊടിയാണെങ്കിൽ 1 കപ്പ് വെള്ളം തന്നെ മതിയാവും. അതിനുശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ പാത്രം വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്താൽ മതി. കൈയിട്ടോ അല്ലെങ്കിൽ സ്പൂൺ ഇട്ടൊന്നും ഇളക്കണ്ട. ഇനി ഒരു 10 മിനിറ്റ് നിന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 10 മിനിറ്റിന് ശേഷം ഇപ്പോൾ ഇത് തുറന്നിട്ടുണ്ട്. കണ്ടോ, ആ വെള്ളമൊക്കെ നന്നായിട്ട് ഈ പുട്ടുപൊടി കുടിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഉതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുപൊടി ഉതിർക്കാനൊന്നും നിൽക്കണ്ട. അപ്പോൾ ഇത് ഞാൻ മില്ലിൽ നിന്ന് വാങ്ങിയ പുട്ടുപൊടിയാണ്. നല്ല പുട്ടുപൊടിയാണ് കേട്ടോ. ഇതുപോലെ തന്നെ പാക്കറ്റിലും കിട്ടും. ഇങ്ങനത്തെ പുട്ടുപൊടി വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഉതിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. മറ്റേ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൈ വെച്ചിട്ട് പുട്ടിന് ഉതിർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടല്ല. ഇതിനങ്ങനെ ബുദ്ധിമുട്ടേണ്ട ഒരു ആവശ്യമില്ല. ഇതുപോലെ ചെയ്താൽ മതി. അതിനിപ്പോൾ നല്ലപോലെ ഉതിർത്ത പുട്ടുപൊടിയിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച മസാല ഉണ്ടല്ലോ, സോയാബീൻ്റെ മസാല, അത് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് മസാല എത്ര വേണം അത്രയും രീതിയിൽ ഇട്ടെടുത്താൽ മതി. അതിനുശേഷം ഇതുപോലൊരു തവിയിലാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ചെറിയ ചിരട്ട ഉണ്ടെങ്കിൽ ആ ചിരട്ടയിൽ ഇട്ടിട്ട് പ്രസ് ചെയ്തിട്ട് ഒന്ന് കമിറ്റിയാൽ മതി. നമ്മൾ ചിരട്ട പുട്ടൊക്കെ ഉണ്ടാക്കൂലേ, അതുപോലെ. അപ്പോൾ ഈ തവിയുടെ ഞാൻ ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ പുട്ട് ചുടുന്ന പോലെ തന്നെ ചട്ടപ്പുട്ട് തയ്യാറാക്കുന്ന പോലെ തന്നെ തയ്യാറാക്കുന്നുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് പരിപാടി കഴിയും. ഈ ഇഡ്ഡലി തട്ടിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ ഇത് നമുക്ക് സാധാ പുട്ടുകുറ്റിയിലോ അല്ലെങ്കിൽ ചട്ടപ്പുട്ടിന് തയ്യാറാക്കുന്ന ആ സാധനം ഉണ്ടല്ലോ, അതിൽ വെച്ചിട്ടായാലും എങ്ങനെ വേണ്ട നിങ്ങൾക്ക് ഇഷ്ടം പോലെ തയ്യാറാക്കാം. ഇനിയിപ്പോൾ ഞാൻ ചിരട്ടക്കൈയിലും കാണിക്കുന്നുണ്ട്. ഇതുപോലെ ചിരട്ടക്കൈയിലുണ്ടെങ്കിൽ ഇതിലും നമുക്ക് ഒന്ന് എണ്ണ തടവിയതിന് ശേഷം ഇതുപോലെ ചെയ്താൽ മതി. ചെറിയ ചിരട്ട കിട്ടണമെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. എൻ്റെ അടുത്ത് ഇപ്പോൾ ചിരട്ട ഉള്ളതൊക്കെ വലുതാണ്. അപ്പോൾ വലിയതാവുമ്പോൾ ഈ ഇഡ്ഡലി പാത്രത്തിൽ നിൽക്കണ അത്ര വലുപ്പമുള്ളത് കിട്ടണം. ചെറിയ ചിരട്ട കിട്ടണ എത്രയും നല്ലതാണ്. ഏതിലായാലും ഇതുപോലെ നല്ലൊന്ന് പ്രസ് ചെയ്യണം കേട്ടോ, എങ്കിലേ നമുക്ക് ഇതുപോലെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോവും. ആ തവി എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ, ഇതുപോലത്തെ ചിരട്ടക്കൈയിലോ അല്ലെങ്കിൽ അതുപോലത്തെ കയ്യിലോ സ്റ്റീലിൻ്റെ കയ്യിലോ, എങ്ങനത്തെ ഇതിൽ ചെറിയ സ്റ്റീലിൻ്റെ ബൗളായാലും കുഴപ്പമില്ല. ഈ ഇഡ്ഡലി തട്ടിൽ നിൽക്കുന്ന രീതിയിലുള്ള അത്ര വലുപ്പമുള്ളത് കിട്ടണം. എങ്കിലേ നമുക്കിന്ന് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിത് ഇഡ്ഡലി വേവിക്കുന്നത് പോലെ നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാനത് ഇഡ്ഡലി പാത്രത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിനിമം ഒരു 7 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ വെച്ചാൽ മതി. അതിൽ കൂടുതൽ വെക്കണ്ട. ആ സമയം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇനിയിപ്പോൾ ഇത് വെന്തിട്ടുണ്ട്, നമുക്കിത് സെർവ് ചെയ്യാം. അങ്ങനെ ഇഡ്ഡലി പാത്രത്തിൽ വേവിക്കുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ ഒരേ ടൈമിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. അതുവഴി നമുക്ക് ഒരുപാട് ഗ്യാസ് ലാഭിക്കാനും പറ്റും. വേഗം നമ്മളെ പരിപാടി പെട്ടെന്ന് കഴിയും. മറ്റേ പുട്ടുംകുറ്റിയിലൊക്കെ തയ്യാറാക്കണമെങ്കിൽ കുറേശ്ശെ ചുടാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഉൾവശം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുട്ടാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. പുട്ടും സോയാബീനും ഇഷ്ടമില്ലാത്തൊരു വരെ ചോദിച്ച് വാങ്ങി കഴിക്കും. പിന്നെ നമുക്ക് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം, ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും. ഇനി വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.